കൈകേയി രാമനെ കാട്ടിലേക്ക് അയച്ച തെറ്റ്. ശരി, ഇവിടത്തെ അങ്ങനെയല്ല, തെറ്റല്ല എന്നാണ് വാദം. ഓക്കെ, ഫൈൻ. എന്തു കാരണവശാലും തൻ്റെ പതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ ധർമ്മമാണ്. ആ ധർമ്മത്തിന് പകരമായി ഒരു വരദാനം മോഹിക്കുകയോ അതിനെ സ്വീകരിക്കുകയോ പാടുന്നതല്ല. അഥവാ സ്വീകരിച്ചാൽ തന്നെ അതിനെ തനിക്ക് സ്വാർത്ഥമായി ഉപയോഗിക്കുകയോ മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഓക്കെ, ശരി. കൈകേയിക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത് ശരിക്കും തൻ്റെ പാതിവൃത്യം സംരക്ഷിക്കലാണ്. ദശരഥന് താൻ പുത്രവിയോഗത്താൽ മരിക്കും എന്നൊരു ശാപം ഏറ്റിരുന്നു. അപ്പോൾ രാമൻ കാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും രാമൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ദശരഥൻ അറിയാം. അങ്ങനെ ഒരു സമയത്ത് എന്നാൽ ഇപ്പോൾ രാമൻ കാട്ടിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ തൻ്റെ ഒരു പുത്രൻ മരിക്കുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു വിയോഗം അനുഭവിക്കേണ്ടതായിട്ട് ദശരഥന് വന്നേനെ. അങ്ങനെ ദശരഥനെ ഒരു ശാപത്തിൽ നിന്ന് ശരിക്കും രക്ഷിക്കുകയാണ് കൈകേയി ഇവിടെ ചെയ്തിരിക്കുന്നത്. ഭരതനെ രാജാവാക്കണമെങ്കിൽ രാജാവാക്കിയാ പോരെ, ഈ പാവ മനുഷ്യനെ കാട്ടിലേക്ക് അയക്കുന്നത് എന്തിനാണ്? കാരണം രാമൻ നാട്ടിൽ നിന്നിരുന്നെങ്കിൽ ജനങ്ങൾ രാമനൊപ്പം നിൽക്കുമായിരുന്നു. അതുകൊണ്ട് കാട്ടിലേക്ക് അയച്ചത് നല്ലതാണോ? രാജ്യഭാരം രാമനിൽ നിന്ന് എടുത്ത് മാറ്റിയതും പോരാ, ഏതെങ്കിലും രീതിയിൽ രാമനെ കൂടുതൽ ടോർച്ചർ ചെയ്യണമെന്ന് കരുതുന്ന മനുഷ്യത്രഹിതമല്ലേ? കൂടുതൽ ടോർച്ചർ ചെയ്യണമെന്ന് കരുതിയല്ല കൈകേയിക്ക് അങ്ങനെ ഒരു വരം മേടിച്ചത്. ആദ്യത്തെ വരം കാടൊക്കെ കണ്ട് സൈറ്റ് സീയിങ് ഒക്കെ അല്ല, ഭരതനെ രാജാവാക്കണമെന്നാണ് ആദ്യത്തെ വരം. ഇപ്പോൾ ആദ്യത്തെ വരം സാധൂകരിക്കണമെങ്കിൽ, അത് കൈകേയിക്ക് നടപ്പാക്കി കിട്ടണമെങ്കിൽ രാമൻ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തപ്പെടണം. ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കുന്നത് മൂലം കൈകേയിയുടെ ഉദ്ദേശം ഭരതനെ രാജാവാക്കുക എന്നായിരുന്നു. പക്ഷേ അങ്ങനെ ആക്കിയാൽ അത് സൂര്യവംശത്തിന്റെ ഒരു അല്ല, അത് തെറ്റാണോ ശരിയാണോ? തെറ്റാണ്. അപ്പം കാട്ടിലേക്ക് അയച്ച തെറ്റല്ല. ഇദ്ദേഹം പറയുന്നത് തെറ്റാണെന്നാണോ? കാരണം രാമൻ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഒരു 2 അതോറിറ്റി വരും ആ നാട്ടിൽ. ഭരതൻ ജനങ്ങളുടെ മനസ്സിൽ രാമനാണ് ഏറ്റവും ഉത്തമ പുരുഷൻ, 16 ഗുണങ്ങളുടെയും അധിപനാണ് രാമൻ. അങ്ങനെ ഒരു രാമൻ നാട്ടിൽ നിൽക്കുമ്പോൾ ജനങ്ങളെ ഇത്രയും നല്ലൊരു മനുഷ്യനെ കാട്ടിലേക്ക് അയച്ച് സ്വാർത്ഥ രൂപങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ? അല്ല, ഇപ്പോൾ കാലം വ്യക്തികളുടെ മാറ്റുരച്ച് നോക്കാൻ വിപരീതവുമായ സന്ദർഭങ്ങൾ സൃഷ്ടിക്കും. ഒരു സ്വർണ്ണം അതിൽ കല്ലിലൊഴിച്ച് നോക്കിയാൽ മാത്രമേ അതിന്റെ തിളക്കം വർദ്ധിക്കുകയുള്ളൂ. കൈകേയി ഭരതനെ രാജാവ് ആക്കിക്കോട്ടെ, എന്തായാലും ഒരു രാജ്യത്ത് നടക്കുന്നത് രാജകൽപ്പനയാണ്. ഭരതൻ രാജാവായിരിക്കെ തൻ്റെ ജ്യേഷ്ഠന് രാജ്യഭാരം നൽകും. എന്തായാലും നമ്മൾക്ക് എല്ലാവർക്കും രാമായണം വായിച്ചതിലൂടെ അറിയാം ഭരതന് രാമനോടുള്ള സ്നേഹം. അപ്പോൾ എന്തായാലും അവസാനം രാമൻ തന്നെ അയോധ്യയുടെ രാജാവാകും. അപ്പോൾ കൈകേയി രാമനെ കാട്ടിലേക്ക് അയച്ചത് നീതികേടാണ്, അത് തെറ്റുമാണ്. ശരി, അവസാനം ഒരു വരി കൂടി. ഇപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഇപ്പോൾ രാമൻ നാട്ടിലേക്കാണെങ്കിൽ രാമന് ഭരതൻ രാജ്യഭാരം നൽകും. അത് കാരണമാണ് കൈകേയി തൻ്റെ ആദ്യത്തെ വരം 2 വരം വെറുതെ നേടിയത്. അത് പാഴായി പോകരുത്. അങ്ങനെ പാഴായി പോകാതിരിക്കാൻ 2ാമത്തെ വരം അനിവാര്യമായിരുന്നു. ഇപ്പോൾ രാമൻ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഭരതൻ കൊടുക്കും, ജ്യേഷ്ഠഭക്തി അനുസരിച്ച് നൽകും. അങ്ങനെ ഒരു അവസ്ഥയോടെ സംജാതമായാൽ കൈകേയിയുടെ ആദ്യത്തെ വരവും നിഷ്ഫലമായി. അങ്ങനെ കൈകേയിയുടെ പരിശ്രമം വൃഥാ വെള്ളത്തിൽ വരച്ച വര പോലെ ആകാതിരിക്കാനാണ് കൈകേയിക്ക് 2ാമത്തെ വരവും മേടിച്ചത്. ശരിക്കും പുള്ളി പറയണല്ലേ കറക്റ്റ്? അല്ല, കാരണം ഇപ്പോൾ രാമൻ വനവാസത്തിന് പോയിരുന്നെങ്കിലും രാജകൽപ്പന അനുസരിച്ച് ഭരതൻ ഇഷ്ടമുള്ള എന്ത് കാര്യം വെച്ചാലും കോസല രാജ്യത്ത് ചെയ്യാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. സോ കൈകേയി ചോദിച്ച വരത്തതിന് ഇല്ലായ്മ ചെയ്യാനുള്ള അധികാരവും ഭരതൻ രാജാവായിരിക്കും അദ്ദേഹത്തിനുണ്ട്. സോ എന്ത് കാരണവശാലും വനത്തിലേക്ക് പോയ രാമനെ തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിവുണ്ടെങ്കിൽ സാധിക്കും. സോ കൈകേയിയുടെ 2ാമത്തെ വരത്തിന് അവിടെ സ്ഥാനമില്ലാത്ത നീതികേടാണ്. ശരി, ഓക്കെ ഫൈൻ. ശരി, അടുത്ത ആൾക്കാരിലേക്ക് പോവാം. നാടുവാഴേണം ഭരതനെന്നാകിൽ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം. രാമായണ കഥയുടെ ഗതി വിഗതി നിർണയിക്കുന്ന ഒരു ഭാഗമാണ് കൈകേയി മന്ദര സംവാദം. ഈ കൈകേയി മന്ദര സംവാദത്തിൽ മന്ത്രിയുടെ നാവിൽ വന്ന സരസ്വതി ദേവി ഏഷണി മുഴക്കി പറയുമ്പോൾ കൈകേയിയുടെ തുടക്കത്തിൽ നിന്നുള്ള പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൈകേയി ഒരിക്കലും അങ്ങനെയൊരു വരം വേണം എന്ന് മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കേട്ടിട്ടില്ലേ രാമായണത്തിലെ ചില വരികൾ? എന്നോട് രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയും ഇല്ല മറ്റോർക്ക നീ. രാമനും കൗസല്യ ദേവിയേക്കാൾ എന്നെ പ്രേമമൂറും നൂനമില്ലോരു സംശയം. ശ്രീരാമദേവന് തന്റെ മാതാവായിരുന്ന കൗസല്യാദേവിയെക്കാളും കൈകേയി മാതാവിനോടായിരുന്നു പ്രിയം. കൈകേയിക്കും തന്റെ മകനായ ഭരതനേക്കാളും ശ്രീരാമചന്ദ്രനോടായിരുന്നു പ്രിയം. അതുകൊണ്ട് തന്നെ തന്റെ മകനായ ഭരതനെ രാജാവാക്കണമെങ്കിൽ
കൈകേയിക്ക് തന്റെ പ്രിയപുത്രനായ ശ്രീരാമചന്ദ്രനോട് പോയി അഭ്യർത്ഥിച്ചാൽ മതിയായിരുന്നു. അഭ്യർത്ഥിക്കുകയല്ലെങ്കിൽ കാട്ടിലേക്ക് അയച്ച നീതികേടാണ് അല്ലേ? നീതികേട്. കണ്ടില്ല നന്നായിട്ട് അറിയുന്നു. പറയും. അല്ലെങ്കിൽ തന്റെ രാമനോട് ഒന്ന് മെതുവായി എന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു, പ്രിയപുത്ര, എന്റെ മകനായ ഭരതനെ നീ രാജാവാക്കണമെന്ന്. ശരിക്കും നീതികേടല്ലേ? എന്തിനാണ് ഇത്രയൊക്കെ ബുദ്ധിമുട്ട്? ഭരതനായി കഴിഞ്ഞ ഒരു ശ്രീരാമനോട് പറഞ്ഞാൽ ശ്രീരാമൻ തന്നെ സമ്മതിച്ചു കൊടുക്കുമായിരുന്നു. അത്ര നല്ല മനുഷ്യനാണ്. പിന്നെ ഈ നല്ല മനുഷ്യനെ കാട്ടിലേക്ക് അയക്കുന്നത് എന്തിനാണ്? ആ ചേച്ചി തന്നെ പറഞ്ഞു ഇത്രയും ഇഷ്ടമാണ് രാമന് കൈകേയിയോടും കൈകേയിക്ക് രാമനോടുന്ന്. അപ്പോൾ കൈകേയിക്ക് അറിയാം ഇങ്ങനെ ഇത്രയും ഇഷ്ടമാണ് രാമന് തന്നോടുന്ന്. അപ്പോൾ കൈകേയിയുടെ മനസ്സിൽ ഡോർമെന്റ് ആയി കിടന്ന ഒരു ആഗ്രഹത്തിനല്ലേ ജസ്റ്റ് ഒരു സ്റ്റിമുലസ് കൊടുത്തിട്ട് മന്ദര ഉത്ഭവിപ്പിച്ചത് ഞാൻ ചോദിച്ചാൽ? ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ചോദ്യം അതല്ലല്ലോ. നമ്മുടെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ശ്രീരാമനെ കാട്ടിലേക്ക് അയച്ചത് നീതിയാണോ അല്ലയോ? എന്താണ് നിങ്ങളുടെ നിലപാട്? നീതിയാണ്. കാരണം ഇപ്പം നമ്മൾ രാമായണത്തെ 3 രീതിയിൽ കാണുകയാണെങ്കിൽ, ആദ്യം നമ്മൾ രാമായണത്തിൽ പറയുന്ന പോലെ തന്നെ ദൈവിക പരിവേഷത്തോടെ നമുക്ക് രാമായണത്തെ കാണാം. രാമൻ എല്ലാവരും അവതാരങ്ങളെ കാണുകയാണെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ അവിടെ രാമൻ കാട്ടിൽ പോകേണ്ടത് അനിവാര്യമായിരുന്നു. കാരണം രാമന്റെ അവതാരോദ്ദേശം രാമന്റെ അവതാരോദ്ദേശത്തെ സാധൂകരിക്കാനായി യഥാർത്ഥത്തിൽ കൈകേയിയുടെ ഈ ആക്ഷൻ ഉപകരിച്ചു. അതുകൊണ്ട് നീതിയാണെന്ന്. അതെ, അതുകൊണ്ട് നീതിയാണെന്ന്. തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന നീതിയാവുമല്ലോ. ആവും. നീതിയാണ്. അതെ, അവിടെ നമുക്ക് വിധി, കാലചക്രം എന്നീ 2 ഘടകങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. നമ്മുടെ കയ്യിലല്ല, ഇതൊക്കെ വിധി നിർണയമാണ്. ഇതെല്ലാം ദീസ് ആർ റിട്ടൺ ഇൻ ദ സ്റ്റാർസ്. അതുകൊണ്ട് സംഭവിക്കാനുള്ള സംഭവിച്ചു. കൈകേയി ഇനി കുറ്റം പറയുന്നത് എന്തിനാ? അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്. രാമന്റെ ശ്രീരാമചന്ദ്രന്റെ അവതാരോദ്ദേശം രാവണ നിഗ്രഹമാണ്, അല്ലാതെ വനത്തിൽ പോകണം എന്നല്ല. ബ്രഹ്മപുരാണങ്ങളിൽ പറയുന്നുണ്ട് നമുക്ക് വിധി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, അബ്സ്ട്രാക്ട് കോൺസെപ്റ്റിനെ ത്രിമൂർത്തികൾക്ക് പോലും മാറ്റാൻ പറ്റില്ല എന്ന്. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ശ്രീരാമൻ? ശരി, അത് വിധി ആയിക്കോട്ടെ, വിധിയാണെന്നിരിക്കട്ടെ. വിധിയല്ല, നീതിയാണോ എന്നുള്ളതാണ് ചോദ്യം. വിധിയുടെ ഭാഗമാണെങ്കിലും ദൈവകൽപിതമാണെങ്കിലും നീതികേടും നീതിയും വേറെ വേറെ അല്ലേ? അപ്പൊ നീതികേടല്ലേ നടന്നത്? അവിടെ നീതികേടാണ് നടന്നതെന്നല്ല, നീതിയാണ്. കാരണം രാവണൻ കുറെ പേരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഭയങ്കര ആയിക്കോട്ടെ, രാവണൻ എത്ര പേരെ ഉപദ്രവിച്ചാലും കൈകേയി എങ്ങനെ നീതീകരിക്കാൻ കഴിയും? അപ്പൊ ആ ഒരു രാവണനാൽ അടിച്ചമർത്തപ്പെട്ട ഒരു സ്പെസിഫിക് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് നീതിയല്ലേ? അത് കൊള്ളാം, അത് ശരിയല്ലേ? അതുകൂടെ കഴിഞ്ഞ രാവണനാൽ അടിച്ചമർത്തപ്പെട്ട ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു രക്ഷകൻ വരണമെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ചേച്ചി പറഞ്ഞു രാവണ നിഗ്രഹമാണ് രാമാവതാര ഉദ്ദേശം എന്ന്. ഞാൻ വായിച്ച രാമായണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സർവാസുര നിഗ്രഹം, ദുഷ്ടന്മാരായ സർവ്വ അസുരന്മാരെയും നിഗ്രഹിക്കുക എന്നുള്ളതായിരുന്നു രാമാവതാര ഉദ്ദേശം. അതിൽ പല അസുരന്മാരും ദണ്ഡകാരണ്യത്തിലും ചിത്രകൂടത്തിലുമായിരുന്നു വസിച്ചിരുന്നത്. ഇത്തരം രാമൻ അന്ന് കാട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ ഇത്തരം അസുരന്മാരുടെ നിഗ്രഹം അവിടെ സാധ്യമാവില്ല. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. കുഞ്ഞുനാളിൽ വിശ്വാമിത്ര മഹർഷി ശ്രീരാമനെ കാട്ടിലോട്ട് കൊണ്ടുപോയി. ആ സമയത്താണ് ശ്രീരാമചന്ദ്രൻ ആദ്യമായി താടകയെ വധിക്കുന്നത്. ഇത് ഓൾറെഡി ശ്രീരാമൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു പ്രത്യേക കാര്യം എടുത്തതിനെല്ലാം ന്യായീകരിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളതാണ് സംക്ഷിപ്തം. ശ്രീരാമൻ ഇത് ഓൾറെഡി ചെയ്യുന്ന കാര്യമായിരിക്കാം. ബട്ട് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ബേസിക് ആയിട്ട് ഒരാൾക്കൊരു കാരണം വേണ്ടേ ചെയ്യാൻ. കാരണമില്ലാതെ ഡയറക്റ്റ് കാട്ടിൽ പോയിട്ട് അസുര നിഗ്രഹം എന്ന് പറഞ്ഞിട്ട് കാട്ടിലേക്ക് പോവാൻ എന്തെങ്കിലും ഒരു ബേസിക് കാരണം വേണ്ടേ? ചങ്ങലയിലെ വലിയൊരു ചങ്ങലയിലെ കണ്ണികളാണ് ഇതെല്ലാം. തീർച്ചയായും. ശരി, ഓക്കെ, ഫൈൻ. നിങ്ങൾ നന്നായി വായിച്ചു. പ്ലീസ്